എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബി അലിഹിസ്സലാമിൻ്റെയും ത്യാഗസ്മരണയിൽ ദുൽഹജ്ജ് 10 വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് വലിയ പെരുന്നാള്. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീനത വലഹു യൗമാനി യൽഅബൂന ഫീഹിമാ. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനക്കാർക്ക് ജാഹിലിയ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ പണ്ട് മുതലേ അവർ ആഘോഷിച്ചു കൊണ്ടിരുന്ന 2 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാനിതാ നിങ്ങളിലേക്ക് വന്നപ്പോൾ ജാഹിലിയത്തിൽ നിങ്ങൾ ആഘോഷിച്ചിരുന്ന 2 ആഘോഷ ദിവസങ്ങൾ നിങ്ങൾക്കുള്ളതായി കാണുന്നില്ല. ആ ദിവസങ്ങളൊക്കെ പോയി. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ഇന്ന് മുതൽ നിങ്ങൾക്ക് 2 ആഘോഷ ദിവസങ്ങളേ ഉള്ളൂ. അത് 2 പെരുന്നാളിന്റെ ദിവസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷമെന്ന് പറഞ്ഞാൽ എന്താണ്? പെരുന്നാളിന്റെ ദിവസം ആഘോഷിക്കാനുള്ളതാണ്. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? പടച്ചവനെ, ഇന്നത്തെ ആഘോഷമെന്ന് പറയാ നമ്മൾ ഉൾക്കൊള്ളുന്നത് വേറെ പല കാര്യങ്ങളാണ്. പടച്ചവനെ, ഊട്ടിയിലും കൊടൈക്കനാലിലും വയനാടിലും തോന്നുന്ന സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകലല്ല, ബീച്ചുകളിലും പാർക്കുകളിലേക്ക് പോകലല്ല. പെരുന്നാൾ വരുമ്പോ കുടുംബസമേതം സിനിമാ തിയേറ്ററിൽ പോകുന്നവരുണ്ട്, കളക്കായിട്ടൊരു പടം കാണാൻ പോകുന്നവരുണ്ട്. ഇന്ന് പെരുന്നാളല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 പെരുന്നാൾ ആഘോഷത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ആഘോഷം? നമുക്ക് ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വേറെ പല കാര്യങ്ങളാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടെന്നൊക്കെ പറഞ്ഞ പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയിൽ പോയി നിസ്കരിച്ചു, പെരുന്നാൾ കഴിഞ്ഞു. ഇന്ന് ഗൾഫിലൊക്കെ പെരുന്നാളായിരുന്നു. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്താടാ ഉറക്കമാണോ? ഉസ്താദേ, ഇന്ന് പെരുന്നാളല്ലായിരുന്നു, ഞങ്ങൾക്ക് പെരുന്നാളെന്ന് പറഞ്ഞാൽ ഉറങ്ങി തീർക്കാനുള്ള ദിവസം അത്ര തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെരുന്നാളെന്ന് പണ്ടത്തെ പെരുന്നാൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്, പാപ്പാടെ കൂടെ പോയി ഖബർ സിയാറത്തൊക്കെ ചെയ്തു, കുടുംബ വീട്ടിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഭക്ഷണം കഴിച്ചു, ഇതൊക്കെയായിരുന്നു. ഇന്നങ്ങനല്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭാര്യയോട് പറയും, റെഡിയായി നിന്നോ, ഞാൻ വരുന്നുണ്ട്, വണ്ടി റെഡിയാക്കി പോവാ. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതൊന്നുമല്ല. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ച് നന്ദി കാണിച്ചുകൊണ്ട് 5 വഖത്ത് ഖളാ ആകാതെ നിസ്കരിച്ചുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ആഘോഷിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ ദിനത്തിൽ ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, വർഷത്തിൽ 2 പെരുന്നാളല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നാളെ ചെയ്യാൻ വേണ്ടി മുത്തുനബി പഠിപ്പിച്ചു തന്ന ചില മര്യാദകളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തേക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാരണം വർഷത്തിൽ ഒരിക്കലല്ലേ. ഇനിയിപ്പോൾ അടുത്ത പെരുന്നാൾ, ചെറിയ പെരുന്നാൾ വരെ ഞാൻ കാത്തിരിക്കണം. അപ്പം പെരുന്നാൾ ദിവസം ഒരാൾ പെരുന്നാളിന് എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് പള്ളിയിൽ വരേണ്ടത്? വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായി പ്രത്യേകം ചില കാര്യങ്ങൾ ചെയ്യണം. സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പെരുന്നാളിന്റെ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷേ നിങ്ങൾ ചെയ്യൂലേ? നാളെ പള്ളി വരുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് പവർ പോരാപ്പ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വരുന്ന മനുഷ്യ, ഒന്നാമതായിട്ട് നീ ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? നീ നല്ലതുപോലെ കുളിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പടച്ചവനെ 7:30 7:15 ജുമഅ പെരുന്നാളാണ്. പടച്ചവനെ, നാളെ രാവിലെ 7 മണിക്ക് പെരുന്നാളല്ലേ, 7:15 പെരുന്നാൾ നിസ്കാര, സുബഹി നിസ്കരിക്കാതെ കടന്നുറങ്ങാ. എടാ പോത്തെ പള്ളിയിൽ പോടാ, പെരുന്നാൾ ചാടി എഴുന്നേറ്റോടലല്ല, കുളിക്കണം. എന്തേ കുളിക്കാൻ പറഞ്ഞത്? അന്നാഫി റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കാന യഗ്തസിലു യൗമൽ ഫിത്രി ഖബല അൻ യഗ്ദു ഇലൽ മുസല്ലാ.
നാഫിഇൽ നിന്നും നിവേദനം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് കുളിക്കുമായിരുന്നു അവിടെന്ന് ചരിത്രം പറയുകയാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു തആല അൻഹു മഹാനായ പ്രവാചകന്റെ മരുമകനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ കുളിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും ഞാൻ കുളിക്കുന്നതാണ്. ഒരാൾ ചോദിച്ചു കുളിയെക്കുറിച്ച്, അലിയാർ തങ്ങളോട് പറഞ്ഞു എല്ലാ ദിവസവും ഞാൻ കുളിക്കും. അപ്പൊ അവിടെ നിന്ന് പ്രത്യേകമായി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അതല്ല, സുന്നത്തായ കുളിയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ജുമുഅ ദിവസം കുളിക്കും, അറഫ ദിവസം കുളിക്കും, ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹ ഈ ദിവസങ്ങളിൽ ഞാൻ കുളിക്കുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, അറഫ ദിവസം ഒക്കെ പോകട്ടെ, പെരുന്നാളിൻ്റെ അന്ന് കുളിക്കൽ സുന്നത്ത. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 2, മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിനായി ഉള്ളതിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കൽ സുന്നത്ത. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കലല്ല, നിനക്കുള്ളതിൽ വെച്ച് പുതിയതുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിനക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ നിന്നൊരു ജുബ്ബ എടുക്കുകയാണ്. അല്ലാഹുവേ, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നല്ല ഒരു വസ്ത്രം വാങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്തഗാദിഹി തജമ്മലു ബിഹൽ ഇബാദ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു പുതിയ വസ്ത്രം വാങ്ങി. യാ റസൂലല്ലാഹ് ഇബ്തഗാദിഹി തജമ്മല ബിഹാലിൽ ബിൽ ഈദി വൽ ഫൂദി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്ന, നബിയെ, പെരുന്നാളിന് നിവേദക സംഘം സ്വീകരിക്കുന്നതിന് അങ്ങ് വരുമ്പോൾ ഒന്ന് ഒരുങ്ങിക്കൂടെ, ഒന്ന് ഒരുങ്ങാമല്ലോ, ഒന്ന് ഒരുങ്ങാമല്ലോ. പുതിയ പള്ളി പെരുന്നാളിന് ആൾക്കാരൊക്കെ വരുമല്ലോ, അപ്പൊ അന്ന് ഒരുങ്ങുന്നതിന് വേണ്ടി ഞാനൊരു വസ്ത്രം വാങ്ങിയതാ, ഒരു പുതിയ വസ്ത്രം വാങ്ങിയതാ എന്ന് നബിയുടെ മുന്നിൽ പോയി പറഞ്ഞതായി ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമുഅ ദിനത്തിലും ഈദ് ദിനത്തിലും ധരിക്കാൻ പ്രത്യേകമായ വസ്ത്രമുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, ഇബ്നു ഖുസൈമ അന്റെ സഹീഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാളിനും ജുമുഅയ്ക്കും ധരിക്കാനുള്ള പ്രത്യേക വസ്ത്രം. പഴയ ആൾക്കാർ അങ്ങനെ, അവർ ആ പെരുന്നാളിനും ജുമുഅയ്ക്ക് മാത്രം ധരിക്കുന്ന ഒരു വസ്ത്രം നമ്മുടെ കത്താമാർക്ക് ഉണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ലായിരുന്നില്ലേ? അവരന്ന് മാത്രമേ ആ വസ്ത്രം ധരിക്കൂ, അതായിരുന്നു. പെരുന്നാളിനപ്പോൾ പുതിയ വസ്ത്രം. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഏറ്റവും നല്ല വസ്ത്രങ്ങളായിരുന്നു പെരുന്നാൾ ദിനത്തിൽ ധരിച്ചിരുന്നത്. സഹീഹുൽ ബുഖാരി 2 പെരുന്നാളിനും അലങ്കാര വസ്ത്രം ധരിക്കൽ എന്നൊരു അധ്യായം തന്നെ, പുതിയ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ മാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം ഇബ്നു ഖയ്യിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വെള്ള വസ്ത്രം ധരിക്കൽ ഇസ്ലാമിൽ പൊതുവായി വെള്ള വസ്ത്രം ധരിക്കണമെന്നല്ലേ, എല്ലാവരും വെള്ള വസ്ത്രം ധരിക്കും. എന്നാൽ പെരുന്നാൾ ദിവസങ്ങളിൽ മറ്റുള്ള അലങ്കാര വസ്ത്രങ്ങൾ ധരിക്കണമെന്നും പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വെള്ള തന്നെ, ഒന്ന് മാറ്റി പിടിക്കണമെന്നൊക്കെ. ഇതിലാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പുതിയ വസ്ത്രമൊക്കെ ധരിക്കുക, അത്ര തന്നെ. പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുളിച്ചോ. വലിയ പെരുന്നാളിന് പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് സുന്നത്താണ് കുളിക്കല്. അത് കഴിഞ്ഞാൽ പുതുവസ്ത്രം ധരിക്കണമല്ലോ. അതാ വസ്ത്രം ധരിക്കുന്ന സമയത്ത് പറയണം, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത കസ്വതൈൻ അസ്അലുക മിൻ ഖൈരി വ ഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരി വ ശർരി മാ സുനിഅ ലഹു എന്ന് നീ
ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം. മൂന്നാമതായി പറയുകയാണ്, പെരുന്നാൾ ദിനം ഈദ് നമസ്കരിക്കുന്നതിനായി പുറപ്പെടുമ്പോ നീ സുഗന്ധം പൂശണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സുഗന്ധം തേച്ചവനായ രീതിയിൽ അത്തര തേച്ചിട്ട് വേണം നീ പള്ളിയിലേക്ക് വരാൻ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ അറിവുള്ളവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്തായി ചെയ്തിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പുതിയ വസ്ത്രം ധരിച്ച്, നിങ്ങൾ സുഗന്ധം തേച്ച്, നിങ്ങൾ കുളിച്ചിട്ട് പള്ളിയിലേക്ക് വരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഈദുൽ ഫിത്ർ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷിച്ചിരിക്കണം. 2 പെരുന്നാളുകൾ. ഏത് പെരുന്നാളിനാ ഭക്ഷണം കഴിച്ചിട്ട് പള്ളി വരേണ്ടത്? വലിയ പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വരണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ നാളെ എങ്ങനെ വരുന്നേ? കഴിച്ചിട്ട് വരും, കാരണം വലിയ പട്ടിണിയായി പോയില്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് പിടിച്ച് 30 ദിവസം നോമ്പ് പിടിച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വരണം. വലിയ പെരുന്നാളിന് നേരെ തിരിച്ച നിസ്കരിച്ചിട്ട് പോയി ഭക്ഷണം കഴിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹദീസ് വിശദീകരിക്കുന്നില്ല. 5 എൻ്റെ പ്രിയപ്പെട്ടവരെ തക്ബീർ ചൊല്ലണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാവരും പെരുന്നാൾ ദിവസം തക്ബീറുകൾ അധികമായി പറയണം. ഒരുപാട് പ്രതിഫലമുള്ള കാര്യമാണ് തക്ബീർ. അത് കേൾക്കുന്ന സർവ്വചരാചരങ്ങളും നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അതുകൊണ്ടാണ് തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊരു 10 തക്ബീർ മൈക്കിയിട്ട് പറയണം കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ മുസമ്മിൽ? അവിടെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് പുറത്ത് മൈക്ക് കൊടുക്കണം, കാരണം എല്ലാവരും അറിയട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു, പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ വരുമ്പോൾ പ്രവാചകൻ അവിടെ 6ാമതായി പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ നിങ്ങൾ നടന്നു പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകണം. കാരണം നിങ്ങളുടെ ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാണ്. ഓരോ ചുവട്ടടിക്കും അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയാണ്, നിങ്ങളുടെ പദവികൾ അള്ളാഹു ഉയർത്തുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ, അതാ പണ്ടുള്ളവർ പറയും, ഒരേ വഴിയിൽ വന്ന് ഒരേ വഴിയിൽ തിരിച്ചു പോകരുത്, പടച്ചവനെ പ്രതിഫലം കൂടുതൽ കിട്ടാൻ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാൾ നമസ്കരിക്കാൻ പോകുമ്പോ നിങ്ങൾ നടന്നു പോകണേ, നിങ്ങളുടെ കാൽ ചുവടിന് അല്ലാഹു പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിൽ വന്നു. വെള്ളിയാഴ്ച ദിവസം 2 ഖുതുബ കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ ജുമാ നിസ്കാരം. എങ്കിലും പെരുന്നാൾ നമസ്കാരത്തിൽ നേരെ തിരിച്ചാ 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ടാണ് 2 ഖുതുബ. സലാം വീട്ടിയാൽ ഇറങ്ങി ഓടരുത്, സലാം വീട്ടിയാൽ ഇറങ്ങി ഓടരുത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല ശഹിദുൽ ഈദി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഫകുല്ലുഹും കാനൂ യുസല്ലൂന ഖബല അൽ ഖുതുബ.
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുതുബാനെ ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഖുതുബ കേട്ടിട്ട് വേണം പോകാൻ. പെരുന്നാൾ ദിവസം പള്ളിക്കകത്ത് വന്നിരുന്ന് 2 ഖുതുബകൾ നിങ്ങൾ കേൾക്കണേ. ഇമാം ഉപദേശിക്കുന്നത് കേൾക്കണേ. അല്ലാതെ നിങ്ങൾ ധൃതിയായിട്ട് ഇറങ്ങി ഓടരുത്. ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് 8ാമതായി പറയുകയാണ്, പെരുന്നാൾ ദിവസം പള്ളിയിൽ വരുന്നവരോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്രി റകഅതൈൻ ലം യുസല്ലി ഖബലഹാ വലാ ബഅദഹാ സുമ്മ അതൻ നിസാ വ മഅഹു ബിലാൽ. അല്ലാഹുവിൻ്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, പെരുന്നാൾ ദിവസം പള്ളിയിലേക്ക് വന്നോ, പടച്ചവനെ നമസ്കാരം കഴിഞ്ഞു, ഖുതുബ കഴിഞ്ഞു, ദുആ ചെയ്തു, നിങ്ങളൊരു സദഖ കൊടുക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകന് അവിടെ നിന്ന് പറയുമായിരുന്നു, നിങ്ങൾ ധർമ്മം ചെയ്യാൻ അവരോട് നിർദ്ദേശിച്ചു. നബിയുടെ കൂടെ ബിലാൽ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് സദഖ കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പെരുന്നാൾ ഖുതുബയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദഖ ചെയ്യാൻ നിർദ്ദേശിക്കുകയും അവർ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ശേഖരിക്കുകയും ചെയ്തു. അവർ മുസ്ലിമീങ്ങളിൽപ്പെട്ട ദരിദ്രർക്ക് കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പെരുന്നാളിന് പള്ളിയിലേക്ക് കടന്നു വന്നു, ഒരു സദഖ നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കണം. ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടല്ലോ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഉസ്താദന്മാരുണ്ടല്ലോ, നിങ്ങൾക്കറിയുന്ന, അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രായമുള്ള ഉപ്പയുടെ കൂട്ടുകാര്, ഉപ്പയുടെ സഹോദരങ്ങള്, ഉമ്മയുടെ കൂട്ടുകാര്, കുടുംബക്കാര്, അങ്ങനെയുള്ള പാവപ്പെട്ടവർക്ക് നിങ്ങൾ സദഖ കൊടുക്കണേ. അത് പെരുന്നാൾ ദിവസം ചെയ്യേണ്ട ഒരു നന്മയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് എടുത്തു പറഞ്ഞു, പെരുന്നാൾ നമസ്കാരത്തിന് പോകുമ്പോൾ ഒരു വഴിയിലൂടെയും തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയിലൂടെയും നിങ്ങൾ പോകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമ ഈദിൻ ഖാലഫ ത്വരീഖ്. അല്ലാഹുവിൻ്റെ റസൂൽ പെരുന്നാൾ ദിവസം പോയ വഴിക്കല്ല തിരിച്ചു വരാറുള്ളൂ. പ്രവാചകൻ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുന്ന വഴിയിലൂടെയല്ല തിരിച്ചു വരുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ ഇതിലേ വന്ന് ഇതിലേ ഇറങ്ങിപ്പോകുമ്പോൾ, ഇതിലേ വരുമ്പോൾ നീ മണ്ണും കല്ലും നിന്നെ കണ്ടുകൊണ്ട് പല സാധനങ്ങളും ദുനിയാവിലുള്ളതൊക്കെ നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അടുത്ത വഴി കൂടെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നതും കാണും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ഒരു വഴിയിലൂടെ പുറപ്പെടുകയും മറ്റൊരു വഴിയിലൂടെ മടങ്ങുകയും ചെയ്യുമായിരുന്നു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവസാനത്തെ കാര്യം, അൻ നബി സഈദ് ഖുദരി റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم لا يصلي قبل العيد شيئا فإذا رجع إلى منزله صلى ركعتين قال نبينا رسول الله. എൻ്റെ പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വന്നു, പെരുന്നാൾ നിസ്കരിച്ചു, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ 2 റക്അത്ത് നിങ്ങൾ നമസ്കരിക്കണം എന്ന് നബിയുനാ റസൂലുള്ളാഹി. പെരുന്നാൾ കഴിഞ്ഞു വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുമായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഉളുഹിയ്യ കർമ്മങ്ങൾ അവിടെ നടത്തു കൊടുക്കുക. അതുപോലെ തന്നെ കുടുംബക്കാർ നിസ്കാരം കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മരണപ്പെട്ടു പോയവർ, അവരെ സന്ദർശിക്കാൻ കഴിയുന്നവർ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അള്ളാഹു എല്ലാവർക്കും
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാർ നമ്മളൊക്കെ പുതിയ വസ്ത്രവും ധരിച്ച് വലിയ ആഘോഷത്തിലും സന്തോഷത്തിലും നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ആദ്യമായിട്ട് പള്ളിയിൽ പോകാൻ പെരുന്നാളിന് നിന്നെ കുളിപ്പിച്ചതാരാ, നിന്നെ ഒരുക്കിയതാരാ, നിനക്ക് സുഗന്ധം തേച്ച് മുടിയൊക്കെ ചീകിത്തന്ന് തലയിൽ തൊപ്പി വെച്ച് കെട്ടിപ്പിടിച്ചൊരു മുത്തവും തന്ന് പാപ്പാടെ കയ്യിൽ കൊടുത്തുവിട്ട നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ആദ്യമായിട്ട് പായിപ്പാട് പള്ളിയിൽ നിസ്കരിക്കാൻ കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന് കയ്യും കാലുമൊക്കെ കഴുകി മോനെ അടുത്ത് നിൽക്കണേടാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ച് സഫിൻ്റെ ചാരത്തിരുത്തി മോനെ ചേർത്ത് പിടിച്ച നമ്മുടെ വാപ്പമാർ പലരും ഖബറിലാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളാകാൻ പാടില്ല നമ്മൾ. ഈ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ അവരെ ഓർക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് ഞാൻ നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ, ഇവിടെ ക്ലാസ്സൊക്കെ കേൾക്കാൻ വരുന്ന ചെറുപ്പക്കാർ, ആരുടെയോ ഖബർ ഇവിടെ നിന്ന് മണ്ണ് കൊണ്ടിട്ട് ആ ഇടിഞ്ഞു കിടക്കുന്ന ഖബറിൻ്റെ മുകളിൽ മണ്ണൊക്കെ കൊണ്ടിടുന്നത് കണ്ടു. അള്ളാഹു ആ ഒക്കെ മരിച്ചുപോയവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഇല്ലേ ദുആ? നമ്മൾ വെള്ളിയാഴ്ചത്തെ ദുആ നാളെ ഉണ്ടോ? ഉണ്ടോ? അതോ മക്കൾക്ക് നമ്മൾ സാധാരണ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യും. നാളെ ദുആ വേണോ? വേണ്ട. നിങ്ങൾ സ്വന്തം പോയി അത്താടുത്ത് അമ്മാടുത്തും പോയി അടുത്ത് പോയി യാസീൻ ഓതി ദുആ ചെയ്യും. എന്നും പള്ളിയുടെ മുകളിൽ കയറി സലാം പറഞ്ഞിട്ട് പോകലല്ലേ? അല്ലേ? പെരുന്നാളിൻ്റെ അന്ന് നമ്മുടെ അത്താടെ അമ്മാടെയും ഖബറിൻ്റെ ചാരത്ത് പോയി നിന്ന് സംസാരിക്കണം. അവരടുക്കെ പോയി സലാം പറഞ്ഞ് അവരടുക്കെ പോയി, അതൊരു വല്ലാത്തൊരു മഹത്വമല്ലേ? ഖബർ അറിയാമെങ്കിലേ പോവാ, ഖബർ അറിഞ്ഞാലല്ലേ പോവാ. അപ്പോൾ അറിയുന്നവർ അവരുടെ ഖബറിൻ്റെ ചാരത്ത് പോയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഖുതുബ കഴിഞ്ഞിട്ട് ഇവിടെ ദുആ ചെയ്യാം. നിങ്ങളെല്ലാവരും മരിച്ചവരുടെ ഖബറിൻ്റെ ചാരത്ത് പോയി ദുആ ചെയ്യണം. അള്ളാഹു അവർക്ക് പെരുന്നാളിൻ്റെ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബർ കാണുമെന്ന് വിശ്വസിക്കുന്നവരല്ലേ? നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും, നമുക്കറിയില്ലേ? അറിയില്ലേ? അല്ല, ഒന്നും ഇല്ലയെന്ന് വിശ്വസിക്കണവരാ നമ്മൾ. ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു, ഒരു ചങ്ങാതി പറയുന്നു ഉദ്ഹിയ തന്നെ ഇല്ല എന്നാണ് പറയണത്. സുബ്ഹാനല്ലാഹ്, ഉദ്ഹിയ്യത്ത് തന്നെ ഇല്ല, അതൊക്കെ ശിർക്കാണെന്ന് പറയുന്ന മനുഷ്യന്മാർ. അല്ലാഹു അഅലം. പള്ളികളും മദ്രസകളൊക്കെ ഒരുപാട്, എന്താ പാലിച്ചോയ്ക്ക് ഇതൊക്കെ ഒരു മേടം നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും, എന്തിനാ നിഷേധിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്, മരിച്ച മനുഷ്യൻ കേൾക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി കാലിൻ്റെ ചെരുപ്പിൻ്റെ ശബ്ദം പോലും കേൾക്കുമെന്ന് നബിയനാ റസൂലുള്ളാഹി. അത് കേൾക്കുമെങ്കിൽ പിന്നെ ദുആ ചെയ്യാൻ കേൾക്കൂലേപ്പാ. ഖബറാളി കേൾക്കുന്നില്ലേ? ഖബറടക്കിയിട്ട് പോകുമ്പോൾ ആ ചെരുപ്പിൻ്റെ ശബ്ദം പോലും കേൾക്കുമെന്നല്ലേ പറയണേ? അപ്പോൾ പിന്നെ ദുആ ചെയ്താൽ കേൾക്കൂലേ? നിങ്ങൾ പെട്ടുപോകരുത്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ളതിലൊന്നും പുതിയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പുതിയ പുതിയ ആൾക്കാരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ശരിയല്ലേ എന്ന് തോന്നിപ്പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടെയൊക്കെ പഴയ തലമുറ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊന്നും മറന്നു പോകരുത്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും, പെട്ടെന്ന് പോകാം, എല്ലാം തീരും, പെട്ടെന്ന് ഓടി വരാം, അതൊക്കെയാണ് നല്ലത് എന്ന് തോന്നാം. പക്ഷെ ഒരിക്കലും നമുക്കറിയാം ഇതൊക്കെ ശരിയല്ല എന്ന്. ഇത് ചെയ്യുന്നവനും അറിയാം. നിസ്കാരം കഴിഞ്ഞ ദുആ ഇല്ല, ഓടുക, സലാത്തില്ല, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ പെരുന്നാളിൻ്റെ തലേ രാത്രിയ. ഇന്നത്തെ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഈ ലൈവ് ചെയ്യുന്നവൻ വന്നപ്പോഴേ പറഞ്ഞു, ഉസ്താദെ ഇന്ന് നേരത്തെ നിർത്തണം, വീട്ടിൽ പോകണമെന്ന്. കാരണം അത് മാത്രമല്ല, ബാറ്ററിയുടെ ചാർജ് തീരാറായോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അൽഹംദുലില്ലാഹ് ഒരുപാട് പേര് ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പരിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതി വെച്ചിട്ടുണ്ട്. ഈ രാവിലെ ദുആ ചെയ്യാൻ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്തു പിരിയാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ അൽഹംദുലില്ലാഹ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഒരു പെരുന്നാൾ സമ്മാനം വേണ്ടേ? പെരുന്നാൾ സമ്മാനം വേണ്ടേ? എന്താ വേണ്ടത്?
അൽഹംദുലില്ലാഹ്, ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ പ്രയാസങ്ങളും മാറാനുള്ള ഒരു ദിക്റ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരു ദിക്റ്, ഞാൻ പറഞ്ഞു പരിശുദ്ധമായ കഅബ, അള്ളാഹുവിൻ്റെ കഅബയുടെ കില്ലയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു ദിക്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് എത്രയോ പേര് കടം കയറി സർവ്വതും നഷ്ടപ്പെട്ടു പോയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഅബ ശരീഫിൻ്റെ വാതിലിനോട് ചേർന്നുള്ള കിസ്ബയിൽ ഈ ദിക്റിൻ്റെ മുദ്രാവാക്യം എഴുതി വച്ചിട്ടുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ള ഈ ദിക്ർ ജീവിതത്തിൽ പറയുന്നതിലൂടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോകും. അതുകൊണ്ട് ഈ ദിക്ർ നമ്മൾ നിത്യമാക്കണം, ദായിമാക്കണം. ഉസ്താദെ, കടമാ ഉസ്താദെ, മക്കളില്ല ഉസ്താദെ, രോഗമാ ഉസ്താദെ, പ്രയാസമാ ഉസ്താദെ, സമാധാനമില്ല. എൻ്റെ വഴുത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, സഹോദരങ്ങളോട് ഈ പെരുന്നാളിൻ്റെ രാത്രിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എൻ്റെ കയ്യിൽ ഈ ഒരു ദിക്റേ ഉള്ളൂ. ഇത് നിങ്ങൾ ജീവിതത്തിൽ നിത്യമാക്കി നോക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.